ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനാകുക എന്നത് രാജ്യത്ത് എക്കാലത്തും ശ്രേഷ്ഠമായ പദവികളിൽ ഒന്നായാണ് കാണുന്നത്. കപിൽ ദേവും സൗരവ് ഗാംഗുലിയും മഹേന്ദ്ര സിംഗ് ധോണിയും വിരാടും രോഹിത്തും അടക്കം നിരവധി നായകന്മാർ ഇന്ത്യയുടെ യശസ്സ് ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലോക കിരീടം നിലനിർത്തിയ സൂര്യയും രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി. എന്നാൽ ധോണിക്ക് ശേഷം ഇന്ത്യൻ നായകന്മാർക്ക് അർഹിച്ച ബഹുമാനം BCCI നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ 2020 നിന്ന് വിട പറയുമ്പോഴാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ നായകനാവുന്നത്. ആകെ ഇന്ത്യയെ നയിച്ചത് 45 മത്സരങ്ങൾ, അതിൽ 37 ജയങ്ങൾ. പരാജയമറിഞ്ഞത് കേവലം 6 മത്സരങ്ങളിൽ മാത്രം. ഇക്കാലയളവിൽ ലോകകപ്പും ഏഷ്യാകപ്പും സ്വന്തമാക്കിയ സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യ ഒരു പരമ്പര പോലും കൈവിട്ടിട്ടില്ല. പക്ഷേ ലോക കിരീടം നേടി അടുത്ത പരമ്പരയിൽ സൂര്യ ടീമിന് പുറത്ത്. സമീപകാലത്തെ പ്രകടനങ്ങൾ എടുത്താൽ സൂര്യ ബാറ്റ് കൊണ്ട് കാര്യമായ നേട്ടമുണ്ടാക്കിയിട്ടില്ല. അപ്പോഴും ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ 10-ൽ ഇപ്പോഴും അയാളുണ്ട്. മോശം ഫോമാണ് പ്രശ്നമെങ്കിൽ ഒരവസരം കൂടി സൂര്യ അർഹിച്ചിരുന്നില്ലേ? 2027 ലോകകപ്പ് ഒരുക്കങ്ങളിൽ സൂര്യ ഇല്ലെന്നാണെങ്കിൽ ലോകകപ്പ് നേടിയ നായകന് മികച്ചൊരു യാത്രയപ്പെങ്കിലും നൽകാമായിരുന്നില്ലേ? ഇതാദ്യമായല്ല BCCI ഇന്ത്യൻ നായകന്മാരെ കറിവേപ്പിലകളാക്കുന്നത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് നായകന്മാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി. ധോണിക്ക് ശേഷം ഇന്ത്യയെ ലോക നെറുകയിലെത്തിച്ച കോഹ്ലിക്ക് പക്ഷെ നേരിടേണ്ടി വന്നത് കടുത്ത വെല്ലുവിളികളാണ്. ടീമിലെ പടലപ്പിണക്കങ്ങളും BCCIയിലെ നേതൃമാറ്റവുമെല്ലാം കോഹ്ലി എന്ന നായകനെ ദുർബലനാക്കി. ഒരു സുപ്രഭാതത്തിൽ അയാളിൽ നിന്ന് നായകസ്ഥാനം എടുക്കപ്പെട്ടു. ക്രമേണ ടെസ്റ്റ് ക്രിക്കറ്റിലെ സ്ഥാനവും നഷ്ടമായി. ഇന്ത്യയുടെ കിരീട വരൾച്ച മാറ്റാനാണ് കോഹ്ലിയിൽ നിന്ന് നായകസ്ഥാനം രോഹിത്തിന് നൽകിയത്. ധോണിക്ക് ശേഷം ICC കിരീടങ്ങൾ ഇന്ത്യയിലെത്തിച്ച രോഹിത് അതിനോട് നീതി പുലർത്തുകയും ചെയ്തു. 2024 2020 ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയും നേടിയിട്ടും രോഹിത് നായകസ്ഥാനത്ത് നിന്ന് പുറത്തായി. തലമുറ മാറ്റം വേണമെന്ന ആവശ്യം പറഞ്ഞ ആദ്യം ടെസ്റ്റിലും പിന്നീട് ഏകദിനത്തിലും രോഹിത് കറിവേപ്പിലയായി. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ടീമിൽ പൂർണ്ണ അധികാരം ലഭിച്ച മറ്റൊരു നായകൻ ഉണ്ടായിട്ടില്ല. ടീമിൽ ആരൊക്കെ വേണമെന്നും വേണ്ട എന്നും ധോണിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ധോണി വേണ്ട എന്ന് പറഞ്ഞവരിൽ പല സീനിയർ താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും BCCI ധോണിക്ക് വഴങ്ങി. ഒരിക്കൽ ധോണിയുടെ നായകസ്ഥാനം മാറ്റണമെന്ന് പറഞ്ഞ സെലക്ടർ പുറത്തായതും ധോണിയുടെ സ്വാധീനം അടിവരയിടുന്നതാണ്. ധോണിക്ക് യാത്രയപ്പ് ലഭിച്ചില്ലെങ്കിലും ഇന്ത്യൻ ടീമിന്റെ നായകൻ എന്ന നിലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. അതിനുശേഷം ആർക്കും നായകൻ എന്ന പരിഗണന പോലും നൽകിയിട്ടില്ല BCCI. ഉപനായകനായി പ്രഖ്യാപിക്കുന്നവർക്ക് യാതൊരുവിധ പരിഗണനയും അന്നും ഇന്നും നൽകാറില്ല. ഗില്ലിന്റെ അവസ്ഥയും മറ്റൊന്നാകാനുള്ള സാധ്യതയുമില്ല.